ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മന്തിയാണ് കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി റെസിപ്പി തപ്പിയെടുത്തു. എന്നിട്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വയ്ക്കുവാണ് കേട്ടോ. നമുക്കതിന് പുതിനയില, മല്ലിയില, ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, അത് ഇത്രയാണ് കേട്ടോ വേണ്ടത്. മിക്ക വീഡിയോസിലും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ചിക്കൻ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടെന്ന് മാത്രം. മന്തി ലവേഴ്സ് ഒരുപാട് പേരുണ്ടല്ലേ, പക്ഷേ ഇത് ഒറിജിനൽ മന്തിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. പല വീഡിയോസ് കണ്ടിട്ടും ഞാൻ പിന്നെ എൻ്റേതായ രീതിക്ക് മാറ്റിയെടുത്തതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന് മുന്നേ ചെറിയ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ആ പരീക്ഷണം വിജയിച്ചതിൻ്റെ കോൺഫിഡൻസിലാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ അരിയാനുള്ള മടി കൊണ്ടിട്ട് മിക്സിയുടെ ഈ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മിക്സിയുടെ കൂടെയുള്ള ഈ ജാറ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എത്ര ചെറുതായിട്ട് വേണോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സവാളയൊക്കെ ഇച്ചിരി കട്ടി ആയതുകൊണ്ട് ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം, സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയില കടയിൽ നിന്ന് മേടിക്കുന്ന അത് കിട്ടിയില്ല, അത് നമ്മുടെ വീട്ടിലുള്ള മല്ലിയില തന്നെയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ട് അതിൽ കൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഇതിന് ഫ്ലേവർ കുറവാണൊക്കെ തോന്നി എനിക്ക്. പുതിനയില നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഇട്ട് നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടി കട്ടിയുള്ള ഇച്ചിരി വലിയൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്കിതിൽ തന്നെ ചോറും എല്ലാം ഇട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിവിടെ 3/4 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. മന്തിക്ക് എല്ലാവരും കളർ ഇടുന്നതാണ് കണ്ടത്. നമുക്ക് കളറില്ലാത്തത് കൊണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, മാഗി ക്യൂബ്സ് ആണ് കേട്ടോ. ഇത് ഞാനൊരു 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആദ്യം നമുക്ക് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും. അപ്പം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മാഗി ക്യൂബ് പൊടിച്ചിട്ടേക്കുന്ന അതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ലോണം മിക്സായി വരണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഫോർക്ക് കൊണ്ട് അതിനകത്ത് 5-6 കുത്തൊക്കെ കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ മസാലയൊക്കെ അതിനകത്ത് കയറി 1 മണിക്കൂർ കൊണ്ട് നല്ല സെറ്റായിട്ട് മസാലയെല്ലാം പിടിച്ചിരിക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. എത്ര നേരം വെച്ചിരിക്കുന്നോ അത്രയും ടേസ്റ്റി ആവും. അപ്പോൾ നമ്മൾ 1 അവർ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഓയിൽ ഒഴിച്ച് എല്ലാം ഒഴിച്ചാൽ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി ചിക്കൻ കുക്കാവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി വെള്ളത്തിലിടാം. ചിക്കൻ കുക്കാവുന്ന സമയത്ത് നമുക്കിവിടെ അരി വെള്ളത്തിലിട്ട് വയ്ക്കാം. 1 മണിക്കൂർ ഇട്ട് വെക്കണമെന്നായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്, പക്ഷേ മറന്നുപോയി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ ഇട്ട് വേവിച്ചെടുക്കാം. ഇന്ന് ഞാനിവിടെ മന്തി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ വെച്ചത് ബിരിയാണി ബസ്മതി റൈസിലായിരുന്നു വെച്ചിരുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് മന്തി റൈസിലുണ്ടാക്കി നോക്കാമെന്ന് വെച്ചു. മന്തി റൈസ് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. വേവാൻ കുറച്ച് ടൈം എടുത്ത കണക്ക് തോന്നി. ബിരിയാണി റൈസൊക്കെ പെട്ടെന്ന് വേവുമായിരുന്നല്ലോ, ഇതിന് കുറച്ച് ടൈം എടുത്തു. അതിന് നേരത്തെ വെള്ളത്തിലിട്ട് കോത്ത് വയ്ക്കാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അരി തിളച്ചപ്പോഴാണ് അതിലിടേണ്ട സാധനങ്ങളൊന്നും ഞാൻ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു ഉണക്കനാരങ്ങ, പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, ജാതിപത്രി, പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് അരി അവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അവിടെ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നിന്ന് വന്ന് വെള്ളമെല്ലാം വറ്റി അതിൽ ഓയിലിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൊരിഞ്ഞ് വന്ന ആ ചിക്കനെല്ലാം നമുക്ക് അതിൽ നിന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ചിക്കനെല്ലാം മാറ്റി വെച്ച ശേഷം നമുക്ക് ആ മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ മസാല എങ്ങനെയാണ് ഇട്ടുള്ളത്, തീ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം.
ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മസാലയും ചോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല ആ ചോറിലോട്ട് നന്നായിട്ട് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ചോറെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ആ ചിക്കനെല്ലാം അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് പച്ചവെള്ളവും കൂടെ ഇങ്ങനെ നമ്മൾ കുത്തി വെച്ചിരുന്നാൽ ആ ചൂട് ചോറിലിരുന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് എന്നിട്ട് ചിക്കനെല്ലാം അതിൻ്റെ മുകളിൽ പറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മന്തിയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ചിക്കനെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇതിന് ചെറുതായിട്ടൊന്ന് പുക കൊടുക്കണം. പുക കൊടുക്കുമ്പോഴാണ് നമ്മുടെ മന്തിയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഞാനിവിടെ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലെടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കും. നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ അപ്പോൾ ആ റൈസിലോട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് അടച്ചു വെക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.